ഹൗ ഐ ട്രെയിൻ മൈ ബ്രെയിൻ ടു ക്രിയേറ്റ് ഇൻസ്റ്റെഡ് ഓഫ് കൺസ്യൂം. എൻ്റെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷത്തിന് മേലെ ആയെങ്കിലും കഴിഞ്ഞൊരു 3 മാസമായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിന്യൂസ്ലി എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ഐ ലേൺഡ്. ഒന്നാമത്തെ കാര്യം, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരും കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരും വീഡിയോസ് കൺസ്യൂം ചെയ്യുന്നുണ്ട്, അവരും റീൽ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, അവരും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് they get inspired from something and create another thing. അവർ കണ്ട ഒരു വർക്കിൽ നിന്ന് അല്ലെങ്കിൽ കണ്ട കോണ്ടന്റിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കും, എന്നിട്ട് അതൊന്ന് ക്രിയേറ്റ് ചെയ്യും. വി ഹ്യൂമൻ ബീയിങ്സ് നമ്മളെപ്പോഴും നമ്മളെ ബിൽഡ് ചെയ്തിരിക്കുന്നത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സെയിം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ കൺസ്യൂമിങ് ആണ് ഇപ്പോൾ. സോ നമ്മൾ കണ്ടിന്യൂസ് 24/7 റീൽസ് കണ്ടിരുന്നാലോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നോ വണ്ടർ യു ആർ ഡിപ്രസ്ഡ്, ബിക്കോസ് യു ആർ കൺസ്യൂമിങ് മോർ. ലൈക്ക് നീ കൺസ്യൂം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അതൊന്നും ഇൻസ്പയർ ചെയ്യുന്നില്ല, അതൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. സോ റൂൾ നമ്പർ 1, ക്രിയേറ്റ് മോർ ദാൻ യു കൺസ്യൂം. യു ആർ മെൻറ്റ് ടു ക്രിയേറ്റ് സംതിങ്. പിന്നെ നീ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം അത് നിൻ്റെ മാത്രം പ്രശ്നമല്ല, അത് ഇപ്പോഴത്തെ എൻ്റയർ ജനറേഷൻ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. നമ്മളെ തന്നെ മനസ്സിലാക്കാനും നമ്മളെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നതിന് മുന്നേ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസ് നമ്മുടെ കയ്യിലെത്തി. ദ ടെക്, AI, ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ, എവറിത്തിങ്. സോ ഈ ഒരു പ്രോബ്ലം നീ തന്നെയല്ല ഫേസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ദിസ് ഈസ് ദ പ്രോബ്ലം ഓഫ് ദി എൻറ്റയർ ജനറേഷൻ. എനിക്ക് തോന്നുന്നു നമ്മുടെ ജനറേഷൻ ഇസ് ദ ലാസ്റ്റ് ജനറേഷൻ ഹൂ സോ ആൻഡ് ഫെൽറ്റ് ഹൗ ഇറ്റ് ഈസ് ലൈക്ക് ടു ലിവ് വിത്തൗട്ട് AI. ലൈക്ക് ChatGPT ഇല്ലാണ്ട്, സോഷ്യൽ മീഡിയ ഇല്ലാണ്ട് എങ്ങനെ ജീവിച്ചിരുന്നത്, എങ്ങനെ ജീവിക്കാന്നുള്ള എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ജനറേഷൻ നമ്മുടെ ആയിരിക്കും. സോ നീ മനസ്സിലാക്കേണ്ടത് നിൻ്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ എൻറ്റയർ ജനറേഷൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇതിന് നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഡീസ്റ്റിമുലൈസ് യുവർ സെൽഫ്. അതായത് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളെ ബ്രെയിനിനെ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാൻ പറ്റാണ്ടാവും. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡു ദ ബോറിംഗ് ടാസ്ക്. ഒറ്റയ്ക്ക് ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ യു ആർ ഫക്ഡ് അപ്പ്. ലൈക്ക് ഇന്ന് മെജോറിറ്റി 90% ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഒരു 10 മിനിറ്റ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാണ്ട്, ഒന്നും ചെയ്യാണ്ട്, ജസ്റ്റ് സിറ്റ് വിത്ത് ദെയർ തോട്ട്സ്. ബട്ട് ദർ ഇസ് ആൻ ഇമ്പോർട്ടൻസ് ടു ഇറ്റ്. നമ്മൾ ബോറടിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാൻ പറ്റണം. ബിക്കോസ് തിങ്ക് അബൌട്ട് വർക്കൗട്ട്. ഒരു ജിമ്മിന് പോകുന്ന ഒരാൾക്ക് ഓൾമോസ്റ്റ് സെയിം വർക്കൗട്ട് ആയിരിക്കും ഡെയിലി ചെയ്യുന്നത്. സോ അയാൾ ആ ബോറിംഗ് ആയിട്ടുള്ള ടാസ്കുകൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് അയാൾക്ക് വേണ്ട റിസൾട്ട് കിട്ടുന്നത്. സോ നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. നിനക്ക് ബോറടിക്കുന്ന ഒരു ചെറിയ കാര്യം നിനക്ക് ലോങ് എനഫ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ യു കാൺ ബി സക്സസ്ഫുൾ, ബിക്കോസ് തിങ്സ് വിൽ ഗെറ്റ് ബോറിങ്. ഒരു പോയിന്റിന് ശേഷം നമുക്ക് ചെയ്ത കാര്യം തന്നെ ചെയ്യുമ്പോൾ ബോറടിക്കും. ബട്ട് യു ഷുഡ് ബി ഏബിൾ ടു ഡു ഇറ്റ്. ദാറ്റ് ഈസ് എ സ്കിൽ. ജസ്റ്റ് ട്രെയിൻ ഇറ്റ് എവറി ഡേ. ഡീസ്റ്റിമുലൈസ്. ഒരു ദിവസം ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് ജസ്റ്റ് സ്വിച്ച് ഓഫ് ഫ്രം സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാണ്ടിരിക്കുക ആ ഒരു ടൈമിൽ. ജസ്റ്റ് ട്രൈ ഇറ്റ് ആൻഡ് താങ്ക് മീ ലേറ്റർ. ഇങ്ങനെ ചെയ്യുമ്പോൾ നീ ഓട്ടോമാറ്റിക്കലി ബെറ്റർ ആവും ആസ് എ പേഴ്സൺ. നിൻ്റെ ഒരു ക്യൂരിയസ് മൈൻഡ് നിന്നെ എങ്ങോട്ട് എടുക്കുന്നതെന്നുള്ളത് നിനക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. നിൻ്റെ പഴയ ക്രിയേറ്റിവിറ്റി ഒക്കെ നിനക്ക് തിരിച്ചു കിട്ടും. സോ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് ഡീസ്റ്റിമുലൈസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫൈൻഡ് വാട്ട് യു ലവ് ഡൂയിങ് ആൻഡ് ജസ്റ്റ് ഡു ഇറ്റ്. ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലോ ആർട്ടാണെങ്കിലോ വാട്ട് എവർ ഇറ്റ് ഇസ്, ജസ്റ്റ് ഡു ഇറ്റ്. ക്രിയേറ്റ് സംതിങ്. ഡോണ്ട് മൈൻഡ്ലെസ്ലി കൺസ്യൂം. ഡോണ്ട് ബിക്കം എ കൺസ്യൂമർ. ഇങ്ങനെ ചെയ്യുമ്പോൾ നിൻ്റെ ഇൻട്രൻസിക് ആയിട്ടുള്ള പാഷൻ എന്താണെന്നും നിൻ്റെ ഇൻട്രസ്റ്റ് എന്താണെന്നൊക്കെ നിനക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. പിന്നെ നീ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഡോക്യുമെൻറ്റ് യുവർ ലൈഫ്. നീ എന്താ ഡെയിലി ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊന്ന് ഡോക്യുമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് പോസ്റ്റ് ഇറ്റ് ഓൺലൈൻ. ഇനി നിനക്ക് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യാൻ പേടിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോസ്റ്റ് ഇറ്റ്. നിങ്ങൾക്ക് പ്രൈവറ്റ്ലി അപ്ലോഡ് ചെയ്യാം യൂട്യൂബിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോസ് എടുത്ത് വയ്ക്കാം. ജസ്റ്റ് ഡോക്യുമെൻറ്റ് ഇറ്റ് ഇൻ യുവർ ഫോൺ. എന്ന് വെച്ചിട്ട് നീ ചെയ്യുന്ന കാര്യത്തിൽ നീ ഭയങ്കര ബ്രില്യൻ്റ് ആവണമെന്നൊന്നുമില്ല. ജസ്റ്റ് സ്റ്റാർട്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഒരു ആവറേജ് ആയിരിക്കും. അതിനുശേഷം മെല്ലെ അത് പിക്കപ്പ് ചെയ്ത് വരും. നമുക്ക് ഇഷ്ടമുള്ള കാര്യം, നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബെറ്റർ ആവും. സോ ഡോണ്ട് വറി അബൌട്ട് ഞാൻ ഇപ്പോൾ പോരാ അതുകൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കരുത്. ജസ്റ്റ് സ്റ്റാർട്ട്. ഓക്കെ. ആൻഡ് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എംബ്രേസ് ദ അൺസർട്ടനിറ്റി. നിനക്ക് ലൈഫിൽ എപ്പോഴും 2 ചോയ്സ് ഉണ്ടാവും. ഒന്ന്, എല്ലാവരും പോയിട്ടുള്ള പഴയ സെയിം ഓൾഡ് പാത്തിലൂടെ പോവുക. നിനക്ക് ആ വഴി പോയി കഴിഞ്ഞാൽ എവിടെ എൻഡപ്പ് ചെയ്യും, നീ എന്തൊക്കെ ചെയ്യുന്നുള്ളത് നിനക്ക് ലിസ്റ്റ് ചെയ്ത് പറയാൻ പറ്റും. യു നോ എവറി സിംഗിൾ തിങ് യു വിൽ ബി ഡൂയിങ് വെൻ യു ഗോ ദാറ്റ് വേ. ബട്ട് ദർ ഇസ് ദിസ് അതർ വേ, ദ റോഡ് നോട്ട് ടേക്കൺ. ഈ വഴി പോയി കഴിഞ്ഞാൽ നീ എന്താവുന്നോ, എവിടെ എത്തിപ്പെടുന്നോ, എങ്ങനെയാവുന്നോ ഒന്നും അറിയില്ല. ബട്ട് ഐ വിൽ സേ യു ഷുഡ് ടേക്ക് ദാറ്റ് വേ. ആ വഴി പോയാൽ നീ എവിടെ എത്തുന്നോ എന്താവുന്നോ എന്ന് നിനക്ക് അറിയുന്നുണ്ടാവില്ല.
ബട്ട് ഞാൻ പറയുന്നത് യു ഷുഡ് ടേക്ക് ദാറ്റ് വേ. നിൻ്റെ ഗട്ട് ഫീലിങ്സ് പറയുന്നത് എന്താണോ, യു ഷുഡ് ഫോളോ ദാറ്റ്. എല്ലാവരും പോകുന്ന വഴി ചിലപ്പോൾ എളുപ്പമായിരിക്കും, ബട്ട് വാട്ട് ഇസ് ദ ത്രിൽ ഇൻ ഇറ്റ്? ആൻഡ് സ്റ്റെപ്പ് നമ്പർ 4, ഫൈൻഡ് എ വേ ടു മോണിറ്റൈസ് വാട്ട് യു ആർ ഡൂയിങ്. നീ ഡെയിലി ചെയ്യുന്ന നിനക്ക് ഏറ്റവും എൻജോയബിൾ ആയിട്ടുള്ള കാര്യം അത് എങ്ങനെയും മോണിറ്റൈസ് ചെയ്യാൻ നോക്കാം. ഇന്ന് ഇൻ ദ വേൾഡ് ഓഫ് ഇൻ്റർനെറ്റ് ആൻഡ് AI, യു ക്യാൻ ഡു വാട്ട് എവർ ദ തിങ് യു ലൈക്ക് ആൻഡ് മേക്ക് മണി ഫ്രം ഇറ്റ്. സോ ഫൈൻഡ് എ വേ ടു ഡു ഇറ്റ്. കാരണം അവർ ലൈഫ് ഇസ് ഷോർട്ട്. നമ്മൾ ഒരു കൂടിപ്പോയ 100 വർഷം ജീവിക്കും. അപ്പോൾ അതിൽ ഉള്ള ടൈം നമ്മൾ എന്തിനാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്തിട്ട് നമ്മൾ ഒരു ലിവിങ് ഉണ്ടാക്കാൻ നോക്കുന്നത്? നീ ചെയ്യുന്ന ആർട്ടിനെ നിൻ്റെ വേൾഡിനുള്ള ഗിഫ്റ്റായിട്ട് കൊടുക്ക് ആൻഡ് ഏൺ മണി ത്രൂ ദാറ്റ്, ലിവ് ത്രൂ ദാറ്റ്. ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇതുപോലെ ആർമിക്ക് പോകണം, അതുപോലെ വേൾഡിനെ ബെറ്റർ പ്ലേസ് ആക്കണം, അതുപോലെ തന്നെ ഐ നീഡ് ടു സെർവ് മൈ കൺട്രി എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബട്ട് യു ഡോണ്ട് ഹാവ് ടു ഡു എ സർട്ടൻ ജോബ് ടു ഗിവ് യുവർ ഗിഫ്റ്റ് ടു ദ വേൾഡ്. നീ അച്ചീവ് ചെയ്യാൻ നോക്കുന്ന ഫീലിംഗ് നിനക്ക് ഗെയിൻ ചെയ്യാൻ ഒരു വഴിയല്ല, പല വഴിയുണ്ട്. സോ ട്രൈ ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് പോസിബിൾ. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് ബിക്കം ആൻ ആർട്ടിസ്റ്റ്. നിൻ്റെ ആർട്ട് എന്താണെന്ന് മനസ്സിലാക്കുക. ദ ക്രാഫ്റ്റ് യു ആർ ഗുഡ് അറ്റ്. എല്ലാവർക്കും ഒരു സ്കില്ലുണ്ടാവും. ആ സ്കില്ല് ഏതാണ്, ആ ഒരു ഫീൽഡ് ഏതാണ്, ആ ഒരു ആക്ടിവിറ്റി എന്താണെന്നുള്ളത് എക്സ്പ്ലോർ ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ബിക്കം ഗുഡ് അറ്റ് ഇറ്റ്. ചിലവർക്കത് ഒരു ആർട്ടിസ്റ്റ് ആവാന്നുള്ളതായിരിക്കും, ചിലവർക്ക് അവരുടെ I don't know. You find out for yourself and become good at it. Become the master of your art. So that's it. I hope this video was helpful and you got this.